ഹായ് മക്കളെ, ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോട്ട് കിട്ടാൻ CM അക്കാഡമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. റിപ്പീറ്റ് ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. കുറേ തവണ കഥ പറഞ്ഞതായതുകൊണ്ട് കൂടുതൽ ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഗ്ലൂക്കോസ് ഈസ് കൊമേഴ്ഷ്യലി പ്രിപ്പയർഡ് ഫ്രം എ പോളിസാക്കറൈഡ്. കൊമേഴ്ഷ്യലി ഗ്ലൂക്കോസ് എങ്ങനെയാണ് ഉണ്ടാക്കുക? കൊമേഴ്ഷ്യലി ഉണ്ടാക്കുന്നത് സ്റ്റാർച്ചിൽ നിന്നാണ്. എങ്ങനെയാണ് ആ ഫോർമുല? C6H10O5. ഇതാണ് സ്റ്റാർച്ചിൻ്റെ ഫോർമുല. n ടൈംസ് അതിലേക്ക് n നമ്പർ ഓഫ് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ n നമ്പർ ഓഫ് ഗ്ലൂക്കോസ് കിട്ടും. കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ വൺ ഷോട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതാണ് കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ ഓഫ് ഗ്ലൂക്കോസ്. നെയിം ദി പ്രോസസ് ഇൻവോൾവ് ഇൻ ദി ഫോർമേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ദി എബോവ് മെത്തേഡ്. അതെന്നെ നേരത്തെ പറഞ്ഞു. വിച്ച് ഈസ് ദി പോളിസാക്കറൈഡ് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് സ്റ്റാർച്ച്. അതിലെ ആ മെത്തേഡ് എങ്ങനെയാണ്? ഇതാണ് ആ മെത്തേഡ്. നെക്സ്റ്റ് നോക്കിയടാ, കാർബോഹൈഡ്രേറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 ക്ലാസസ്. അറിയാം, മോണോസാക്കറൈഡ്, ഒളിഗോസാക്കറൈഡ്, പോളിസാക്കറൈഡ്. വാട്ട് ആർ പോളിസാക്കറൈഡ്സ്? പോളിസാക്കറൈഡ് ആരാടാ? ഒരു വലിയ കാർബോഹൈഡ്രേറ്റിനെ ഹൈഡ്രോളിസിസ് നടത്തിക്കഴിഞ്ഞാൽ മോർ ദാൻ 10 സബ് യൂണിറ്റ്സ് തരുന്നവനാണ് പോളിസാക്കറൈഡ്. അവരുടെ നമ്പർ വെച്ചല്ലേ പറയാ. എങ്ങനെയാടാ? ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ 10ലധികം മോണോസാക്കറൈഡ് തരുന്നവനാണ് പോളിസാക്കറൈഡ്. 2 മുതൽ 10 വരെയാണെങ്കിൽ ഒളിഗോസാക്കറൈഡ്. ഹൈഡ്രോളിസിസേ നടക്കില്ല എങ്കിൽ മോണോസാക്കറൈഡ്. അപ്പോൾ ആരാ പോളിസാക്കറൈഡ്? കാർബോഹൈഡ്രേറ്റ് വിച്ച് ഗീവ് മോർ ദാൻ 10 മോണോസാക്കറൈഡ്സ് ഓൺ ഹൈഡ്രോളിസിസ്. ഗീവ് ടു എക്സാമ്പിൾസ് ഓഫ് പോളിസാക്കറൈഡ്. 2 എന്തിനാക്കണം? 3 പിടിച്ചോ. സ്റ്റാർച്ച് ഉണ്ട്, സെല്ലുലോസ് ഉണ്ട്, ഗ്ലൈക്കോജൻ ഉണ്ട്. ഇവരെല്ലാവരും പോളിസാക്കറൈഡുകളാണ്. വാട്ട് ഈസ് ഇൻവേർട്ട് ഷുഗർ? ഇൻവേർട്ട് ഷുഗർ ആരാണെന്ന് ചോദിച്ചാൽ മോനെ പഠിക്കണേ, ഗ്ലൂക്കോസും ഫ്രക്ടോസും കൂടി ചേർന്ന മിക്സ്ചറാണ് ഇൻവേർട്ട് ഷുഗർ. നമ്മൾ സൂക്രോസിൽ നിന്ന് ഉണ്ടാക്കില്ലേ, സൂക്രോസ് എന്ന് പ്രൊഡക്റ്റ് ആയിട്ട് എന്താ കിട്ടുക? സൂക്രോസിലേക്ക് ഇൻവെർട്ടേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലൂക്കോസും ഫ്രക്ടോസും കിട്ടും. ആ മിക്സറിൻ്റെ പേരാണ് ഇൻവേർട്ട് ഷുഗർ. വാട്ട് ഈസ് ദി ബേസിക് സ്ട്രക്ചറൽ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാർച്ച് ആൻഡ് സെല്ലുലോസ്? എടാ, സ്റ്റാർച്ചിൻ്റെയും സെല്ലുലോസിൻ്റെയും സ്ട്രക്ചറൽ ഡിഫറൻസ് എന്താണ്? എടാ, സ്റ്റാർച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് ആൽഫ ഗ്ലൂക്കോസ് കൊണ്ടാണ്, പക്ഷേ സെല്ലുലോസ് ഉണ്ടാക്കിയിരിക്കുന്നത് ബീറ്റ ഗ്ലൂക്കോസ് കൊണ്ടാണ്. അതാണ് അവർ തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫറൻസ്. ഓക്കെ അല്ലേടാ? പ്രോട്ടീൻസ് ആർ ദി പോളിമർ ഓഫ് ആൽഫ അമിനോ ആസിഡ്. ദി സ്ട്രക്ചർ ആൻഡ് ഷേപ്പ് ഓഫ് പ്രോട്ടീൻ ക്യാൻ ബി ഡിസ്കസ്ഡ് അറ്റ് 4 ലെവൽ. നെയ്മലി ഗീവ് ആൻ അക്കൗണ്ട് ഫോർ ദി സ്ട്രക്ചർ ആൻഡ് ഷേപ്പ് ഓഫ് പ്രോട്ടീൻ. 4 മാർക്കിന് മിനിമം ഉള്ള കണ്ടന്റ് ഇതിലുണ്ട്. 4 മാർക്ക്. എടാ, പ്രോട്ടീന് 4 ടൈപ്പ് സ്ട്രക്ചർ ഉണ്ട്. ഒന്നാമത്തെ സ്ട്രക്ചറിൻ്റെ പേരാണ് പ്രൈമറി സ്ട്രക്ചർ. ഇതറിയാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണൽ നിർത്തിയിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്ത ബയോമോളിക്യൂൾസിൻ്റെ 1 ഷോട്ട് കാണും. അല്ലാത്തവർ എൻ്റെ കൂടെ ഒന്ന് ഓർമ്മിക്ക്. എടാ, പ്രൈമറി സ്ട്രക്ചർ എന്തിനെക്കുറിച്ച് ഐഡിയ തരുന്നു? സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്. അടുത്തത് സെക്കൻഡറി സ്ട്രക്ചർ. ആൽഫ ഹെലിക്സും ബീറ്റ പ്ലീറ്റഡ് ഷീറ്റുമുണ്ട്. അവരെ സ്റ്റെബിലൈസ് ചെയ്യുന്ന ബോണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ ബോണ്ടിങ്. ആൽഫ ഹെലിക്സ് എന്നാണ് ഇവൻ്റെ പേര് ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ്. കോയിൽ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ആൽഫ ഹെലിക്സ്, സിഗ്സാഗ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ്. ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് അവരുടെ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ടേർഷറി സ്ട്രക്ചർ. അത് 2 വിധമുണ്ട്. ഗ്ലോബുലാർ പ്രോട്ടീനുമുണ്ട്, ഫൈബ്രസ് പ്രോട്ടീനുമുണ്ട്. ഇത് മാത്രം 2 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കാറുമുണ്ട്. അത് മാത്രം 4 ചോദിച്ചാൽ 4 മാർക്ക്. ഗ്ലോബുലാർ പ്രോട്ടീനിൻ്റെ വളരെ പ്രധാനപ്പെട്ട 3 പ്രോപ്പർട്ടി എഴുതണം. ഗ്ലോബുലാർ പ്രോട്ടീൻ സ്ഫെറിക്കലാണ്, ഗ്ലോബ് ലൈക്കാണ്, വാട്ടർ സൊല്യൂബിളാണ്, വെള്ളത്തിൽ സൊല്യൂബിളാണ്. മൂന്നാമത്തത്, ഇയാൾ ബയോളജിക്കലി ആക്റ്റീവ് ആണ്. ഗ്ലോബുലാർ പ്രോട്ടീനും ഫൈബ്രസ് പ്രോട്ടീനും എക്സാമ്പിൾ അറിയണേ. ഗ്ലോബുലിൻ ഒരു എക്സാമ്പിൾ, പഠിക്കാൻ എളുപ്പമല്ലേ? ഗ്ലോബുലിൻ, ആൽബുമിൻ വേറൊരാൾ. ഫൈബ്രസ് പ്രോട്ടീൻ ഇതിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ മതി. ഇയാൾ സ്ഫെറിക്കലാണ്, ഇയാൾ നീഡിൽ ലൈക്ക്. ഇയാൾ വാട്ടർ സൊല്യൂബിൾ ആണ്, ഇയാൾ വാട്ടർ സൊല്യൂബിൾ അല്ല. ഇയാൾ ബയോളജിക്കലി ആക്റ്റീവ് ആണ്, ഇയാൾ ബയോളജിക്കലി ഇനാക്റ്റീവ് ആണ്. എക്സാമ്പിൾ വേറെ അറിയണേ. ഫൈബ്രസിൻ്റെ എക്സാമ്പിൾ ഫൈബ്രിൻ, മറക്കരുതേ. ആക്റ്റിൻ, കെരാറ്റിൻ, ഇവരൊക്കെ ഫൈബ്രസിൻ്റെ എക്സാമ്പിളാണ്. ഒന്ന് ഓർത്ത് വെച്ചേക്ക്. ഫൈനലി ക്വാട്ടർണറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. ഒന്നിലധികം പോളിപെപ്റ്റൈഡ് ചെയിൻ ഉള്ളവർ എന്നാണ് അർത്ഥം. ക്വാട്ടർണറി എങ്ങനെ എഴുതാം? സ്ട്രക്ചർ കണ്ടെയ്നിങ് മോർ ദാൻ 1 പോളിപെപ്റ്റൈഡ് ചെയിൻ. എക്സാമ്പിൾ ഹീമോഗ്ലോബിനിൽ 4 ചെയിൻ ഉണ്ട് കുഞ്ഞ്. വേറൊരു എക്സാമ്പിളാണ് ഇൻസുലിനിൽ 2 ചെയിൻ ഉണ്ട്. ഒന്നിലധികം ചെയിനുള്ള ആ ഒരു അവസ്ഥയാണ് ക്വാട്ടർണറി സ്ട്രക്ചർ എന്ന് പേര് പറയുക. മസ്റ്റ് ട്രൈ ഐറ്റമാണ് പരീക്ഷയ്ക്ക് ചോദിക്കും.
കാർബോഹൈഡ്രേറ്റ്, മോണോ, ഒളിഗോ, പോളിസാക്കറൈഡ്. വാട്ട് ഈസ് ബേസിസ് ഓഫ് സച്ച് ക്ലാസിഫിക്കേഷൻ? എന്താണ് ഈ ക്ലാസിഫിക്കേഷൻ്റെ അടിസ്ഥാനം? എന്താണ്? നമ്പർ ഓഫ് പ്രൊഡക്റ്റ് ഓൺ ഹൈഡ്രോളിസിസ്. നമ്പർ ഓഫ് പ്രൊഡക്റ്റ് ഓൺ ഹൈഡ്രോളിസിസ്. ഹൈഡ്രോളിസിസ് നടത്തിയാൽ കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ എണ്ണം. അത് 10ൽ കൂടുതലുണ്ടെങ്കിൽ പോളി, 2നും 10നും ഇടയിലാണെങ്കിൽ ഒളിഗോ, പിന്നെ ഹൈഡ്രോളിസിസ് നടക്കില്ല എങ്കിൽ മോണോ. ഗിവ് എൻ എക്സാമ്പിൾ ഫോർ ആൻ ഒളിഗോസാക്കറൈഡ്. ഒളിഗോസാക്കറൈഡിനെ അഥവാ ഒളിഗോസാക്കറൈഡിൽ തന്നെ ഡൈസാക്കറൈഡ്, ട്രൈസാക്കറൈഡ്, പോളിസാക്കറൈഡ്, ഐ മീൻ ടെട്രാസാക്കറൈഡ്, ഇങ്ങനെ കുറേ സാക്കറൈഡുകളെ നമുക്ക് പറയാൻ പറ്റും. 2 മുതൽ 10 വരെയുള്ള എല്ലാം ഒളിഗോയിൽ പെട്ടല്ലോ. അപ്പോൾ ഡൈസാക്കറൈഡിൽ നമ്മൾ പഠിച്ച എല്ലാ എക്സാമ്പിളും ഇവിടെ പറയാം. സൂക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ് ഒക്കെ ഇവിടെ പറയാം. വൈറ്റമിൻ സി എന്ന് പറയുന്നത് ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലൊക്കെ ഉണ്ട്. ഇറ്റ് കനോട്ട് ബി സ്റ്റോർഡ് ഇൻ അവർ ബോഡി. ബോഡിയിൽ ഒരുപാട് നിൽക്കില്ല. എന്തുകൊണ്ടാണ്? വൈറ്റമിൻ സി എന്ന് പറയുന്നത് ഒരു വാട്ടർ സൊല്യൂബിൾ വൈറ്റമിനാണ്. വാട്ടർ സൊല്യൂബിൾ വൈറ്റമിനാണ്. അപ്പോൾ അത് യൂറിനിലൂടെ പുറത്തേക്ക് പോകും. അപ്പോൾ അത് പിന്നെ ബോഡിയിൽ സ്റ്റോർ ആവില്ല. വൈറ്റമിൻസ് 2 വിധമുണ്ട്. ഫാറ്റ് സൊല്യൂബിളും ഉണ്ട്, വാട്ടർ സൊല്യൂബിളും ഉണ്ട്. ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് അറിയാൻ അഡക് എന്ന് ഓർക്കുക. ADEK. വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ. വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻ ബി ആൻഡ് സി. ഇവരാണ് വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ്. പ്രോട്ടീൻസ് ആർ ഇമ്പോർട്ടൻറ്റ് പോളിമർ ഓഫ് ബയോളജിക്കൽ സിസ്റ്റം. വാട്ട് ആർ ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ? ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ, കേൾക്കണേ മോനെ, ഗ്ലോബുലാർ പ്രോട്ടീനിനെ ഫൈബ്രസ് പ്രോട്ടീനാക്കി മാറ്റലാണ്. ഗ്ലോബുലാർ പ്രോട്ടീനെ ഫൈബ്രസ് ആക്കലാണ്. ടെർസറി സ്ട്രക്ചറിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇയാൾക്ക് എന്ത് സംഭവിക്കും? അയാളുടെ ബയോളജിക്കൽ ആക്ടിവിറ്റി അയാൾക്ക് നഷ്ടപ്പെടും. ബയോളജിക്കൽ ആക്ടിവിറ്റി ലോസസ്, അത് നഷ്ടപ്പെടും. അതുപോലെ ഈ ഡീനാച്ചുറേഷൻ്റെ സമയത്ത് പ്രൈമറി സ്ട്രക്ചറിന് നോ ചേഞ്ച് ഒന്നും സംഭവിക്കില്ല. പക്ഷേ സെക്കൻഡറി ടെർഷറി സ്ട്രക്ചറുകൾ ചേഞ്ച് ചെയ്യും. ചേഞ്ചസ് ഓർത്തു വെക്കണേ. ഇത് ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിൻ്റാണ്. ഇനി നമ്മളെ ലൈഫിൽ കാണുന്ന 2 ഡീനാച്ചുറേഷൻ്റെ എക്സാമ്പിളാണ്. ഒന്ന് ബോയിലിംഗ് ഓഫ് എഗ്ഗ്, കോഴിമുട്ട പുഴുങ്ങുക. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് ഡീനാച്ചുറേഷനാണ്. 2 കേർഡ്ലിംഗ് ഓഫ് മിൽക്ക്, പാല് തൈരായി മാറ്റുക. അവിടെ സംഭവിക്കുന്നതും ഡീനാച്ചുറേഷനാണ്. അമിനോ ആസിഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ. വാട്ട് ഈസ് ദി ബേസിസ് ഓഫ് സച്ച് ക്ലാസിഫിക്കേഷൻ? എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡിൽ ഉണ്ടായിരിക്കേണ്ടത് എന്നാണ്. നോൺ എസെൻഷ്യൽ ഫുഡിൽ ഉണ്ടാവൽ നിർബന്ധമില്ലാത്തത്. അതെന്തുകൊണ്ടായിരിക്കും നോൺ എസെൻഷ്യൽ ഫുഡിൽ ഉണ്ടാവൽ നിർബന്ധമില്ലാതായത്? ബിക്കോസ് നമ്മൾ ഫുഡ് കൂടെ കൊടുക്കണ്ട, അത് ബോഡിക്ക് ഉണ്ടാക്കാൻ പറ്റണോണ്ടായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും എസെൻഷ്യൽ അമിനോ ആസിഡ് ഫുഡിലൂടെ കൊടുക്കൽ നിർബന്ധമായത്? ബോഡിക്ക് ഉണ്ടാക്കാൻ പറ്റാത്തവനായിരിക്കും. അപ്പോൾ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ വിച്ച് ബോഡി ക്യാൻ സിന്തസൈസ്, നോൺ എസെൻഷ്യൽ ബോഡി കാനോട്ട് സിന്തസൈസ്. ഇതാണ് അതിൻ്റെ അടിസ്ഥാനം. അതിനൊക്കെ ഓരോ എക്സാമ്പിൾ പറ. എടാ, എസെൻഷ്യൽ അമിനോ ആസിഡിന് എക്സാമ്പിൾ നമ്മൾ ബേസിക് അമിനോ ആസിഡുകൾ ഓർത്താൽ മതി. ലൈസിൻ, ആർജിനിൻ, ഹിസ്റ്റിഡിൻ ഒക്കെ അല്ലേ? ഏതെങ്കിലും 2 എഴുതുക. നോൺ എസെൻഷ്യലിന് എക്സാമ്പിളായിട്ട് നിങ്ങൾ അസിഡിക് അമിനോ ആസിഡ് ഓർത്താൽ മതി. അസ്പാർട്ടിക് ആസിഡ്, ഗ്ലൂട്ടാമിക് ആസിഡ്, അവരൊക്കെ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡാണ്. റൈറ്റ് എനി 2 ഡിഫറൻസ് ബിറ്റ്വീൻ DNA ആൻഡ് RNA. DNA RNA തമ്മിൽ 2 അല്ല, ഒരുപാട് ഡിഫറൻസ് പറയാൻ പറ്റും. ഫസ്റ്റ് ഡിഫറൻസ് നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ നെയിം പറയാം. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, ഇത് റൈബോ ന്യൂക്ലിക് ആസിഡ്. DNA ഡബിൾ സ്ട്രാൻഡഡ് ആണ്, RNA സിംഗിൾ സ്ട്രാൻഡഡ് ആണ്. DNAയുടെ പണി RNA സിന്തസിസ് ആണ്. RNA സിന്തസിസ്, ഫങ്ഷൻ ഓഫ് DNA is RNA സിന്തസിസ്. RNAയുടെ പണിയോ പ്രോട്ടീൻ സിന്തസിസ് ആണ്. DNA എവിടെ ഉണ്ടാവുക? ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ്. RNA എവിടെ ഉണ്ടാവുക? സൈറ്റോപ്ലാസത്തിലാണ്. ഇങ്ങനെ 2-3 ഡിഫറൻസ് നിങ്ങൾക്ക് ഓർത്ത് വെക്കാം. 2 ചോദിച്ചാലും അറിയണതൊക്കെ എഴുതും. ഗ്ലൂക്കോസ് ആണ്. ബ്രോമിൻ വാട്ടർ ഇട്ട് കഴിഞ്ഞാൽ ബ്രോമിൻ വാട്ടർ മൈൽഡ് ഓക്സിഡേഷൻ നടക്കും, ഗ്ലൂക്കോണിക് ആസിഡ് കിട്ടും. ഗ്ലൂക്കോണിക് ആസിഡ്. HI ബാർ ഹീറ്റ് ഇട്ട് കഴിഞ്ഞാൽ സ്ട്രോങ് റിഡക്ഷൻ ആണ്, നോർമൽ ഹെക്സൈന് കിട്ടും. ബാക്കിയും കൂടിയാണ് പറഞ്ഞുതരാം. HCN-ഉമായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും? NH2OH-ഉമായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും? ഹൈഡ്രസീനുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും? ഹൈഡ്രസീൻ അല്ല, ഫിനൈൽ ഹൈഡ്രസീൻ. ഫിനൈൽ ഹൈഡ്രസീനുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും? ബ്രോമിൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ കിട്ടുന്ന അതേ പ്രൊഡക്റ്റ് തന്നെയാണ് ടോളൻസ് റിയേജൻറ്റും ഫെലിങ്സ് റിയേജൻറ്റും കിട്ടാലും കിട്ടുക. ഫൈനലി ഒരാളും കൂടി പിടിച്ചോ. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും? പേരൊക്കെ പഠിച്ചോട്ടാ. HCN-ഉമായിട്ട് റിയാക്ട് ചെയ്താൽ കിട്ടുന്ന ആളുടെ പേരാണ് സയാനോഹൈഡ്രീൻ. ഓക്കെ. NH2OH-ഉമായിട്ട് റിയാക്ട് ചെയ്താൽ ഓക്സൈം. ഫിനൈൽ ഹൈഡ്രസീനുമായിട്ട് റിയാക്ട് ചെയ്താൽ ഓസസോൺ എന്നാണ് പേര്.
ലിഥിയം അലുമിനിയം ഹൈഡ്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്താൽ സോർബിറ്റോൾ. ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്ക്. ഇതൊക്കെ ഗ്ലൂക്കോസിൻ്റെ വളരെ പ്രസിദ്ധമായ കുറേ റിയാക്ഷൻസ് ആണ്. ഓക്കെ, വേറൊരാളും കൂടി ഉണ്ടായിരുന്നു, HNO3. ഓക്കെ, HNO3യുമായിട്ട് റിയാക്ട് ചെയ്താൽ ഗ്ലൂക്കാറിക് ആസിഡ് കിട്ടും. മറ്റൊടത്ത് എന്തായിരുന്നടാ? ഗ്ലൂക്കോണിക് ആസിഡാണ്, ഇത് ഗ്ലൂക്കാറിക് ആസിഡാണ്. സ്റ്റാർച്ച്, പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡിൻ്റെ ഇടയിലുള്ള ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഏതാണ് എന്നാണ് ചോദ്യം. സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്. എല്ലാ കാർബോഹൈഡ്രേറ്റിലുമുള്ള ഇൻ്റർമോളിക്കുലർ ഫോഴ്സിൻ്റെ പേര് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്നാണ്. പ്രോട്ടീൻസിൻ്റെ ഇടയിലുള്ള ഇൻ്റർമോളിക്കുലർ ഫോഴ്സിൻ്റെ പേര് എന്തായിരുന്നു? പെപ്റ്റൈഡ് ലിങ്കേജ് എന്നാണ്. ന്യൂക്ലിക് ആസിഡിൻ്റെ ഇടയിലുള്ള ഇൻ്റർമോളിക്കുലർ ഫോഴ്സിൻ്റെ പേര് പഠിക്കണേ, ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ട് എന്നാണ്. മറക്കാൻ പാടില്ല. ഓരോ ഇൻ്റർമോളിക്കുലർ ഫോഴ്സും വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഒരു ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻ എക്സാമ്പിൾ പറയാൻ, അടക്കിൽ ഏത് വേണമെങ്കിലും പറഞ്ഞോ, ADEK. സജസ്റ്റ് എ ഡിസീസ് കോസ്ഡ് ബൈ ഇറ്റ്സ് ഡെഫിഷ്യൻസി. ഇതിലേതെങ്കിലും ഒന്നിനെയാണല്ലോ നമ്മൾ പറയേണ്ടത്. അതിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഡിസീസിൻ്റെ പേര്, A കുറഞ്ഞാൽ ഉണ്ടാകുന്ന ഡിസീസിൻ്റെ പേരാണ് സിയറോഫ്താൽമിയ. D കുറഞ്ഞാൽ റിക്കറ്റ്സ്. ഏതെങ്കിലും 2-3 ഹോർമോൺസിൻ്റെ വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസ് ചോദിക്കാറുണ്ട്. ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അത് വൈറ്റമിൻ B12 ഒക്കെയാണ് എപ്പോഴും ചോദിക്കാറുള്ള ആൾ. പെരിനീഷ്യസ് അനീമിയ. പെരിനീഷ്യസ് അനീമിയ ഉണ്ടാകാൻ കാരണം വൈറ്റമിൻ B12 കുറഞ്ഞാലാണ്. ആൽഫ ഗ്ലൂക്കോസും ബീറ്റ ഗ്ലൂക്കോസും തമ്മിലുള്ള ബന്ധം എന്താണ്? എടാ, പേരൊക്കെ സെയിം ആണ്, ആൽഫയും ബീറ്റയും മാത്രമാണ് ചേഞ്ച് എങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് അനോമേഴ്സ് എന്നാണ് അവർ പേര് പറയുക. ആൽഫയും ബീറ്റയും മാത്രമാണ് ചേഞ്ച് എങ്കിൽ അനോമേഴ്സ്. പേര് തന്നെ മാറുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എപ്പിമേഴ്സ്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ തരാം. ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ്, ഇവർ തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ എപ്പിമർ എന്നാണ് പേര് കേട്ടോ, എപ്പിമർ. വിച്ച് വൈറ്റമിൻസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ്? വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് മുമ്പും. വൈറ്റമിൻ K. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ വൈറ്റമിൻ Kയുടെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ടിങ്ങിൻ്റെ ടൈം കൂടും, ഇൻക്രീസ്ഡ് ബ്ലഡ് ക്ലോട്ടിംഗ് ടൈം ആയിരിക്കും. ഗീവ് ദി ഓപ്പൺ ചെയിൻ ആൻഡ് റിംഗ് സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ്. അക്കൗണ്ട് ഫോർ ദി എക്സിസ്റ്റൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ 2 അനോമറിക് ഫോംസ്. മോനെ, ഓപ്പൺ സ്ട്രക്ചറും റിംഗ് സ്ട്രക്ചറും വരക്കാൻ. എടാ, ഓപ്പൺ സ്ട്രക്ചർ ഭയങ്കര സിമ്പിളാണ്. ഗ്ലൂക്കോസ് 1 2 3 4 5 6 ഇങ്ങനെയല്ലേ? ഇവിടെ CH2OH, ഇവിടെ CHO. ബാക്കി എല്ലാ കാർബണിലും OH 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 H ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ഇവിടെ OH, ഇവിടെ H, ഇവിടെ OH, ഇവിടെ H, ഇവിടെ OH, ഇവിടെ H. മൂന്നാമത്തെ കാർബൺ മാത്രം കുറുമ്പനാണെന്ന് നിങ്ങൾക്കറിയാം. അവിടെ OH-ഉം H-ഉം തിരിച്ചാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഓപ്പൺ സ്ട്രക്ചറും സൈക്ലിക് സ്ട്രക്ചറും വരയ്ക്കുമ്പോൾ ഓപ്പൺ സ്ട്രക്ചർ ആദ്യം വരച്ചു. സൈക്ലിക് സ്ട്രക്ചർ എങ്ങനെയാണ് വരയ്ക്കുക? സൈക്ലിക് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് ഹാവോർത്ത് സ്ട്രക്ചർ വരയ്ക്കാറുള്ളത്. ഹാവോർത്ത് സ്ട്രക്ചർ എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരോട് ഞാൻ വീണ്ടും പറയുന്നത്, മനസ്സിലായിട്ടില്ലാത്തവർ നിർബന്ധമായിട്ടും ആ ഒരു 1 ഷോട്ടെങ്കിലും ഒന്ന് കണ്ടേക്ക്. 10-40 മിനിറ്റ് സമയം ചിലവാക്കിയാൽ മതി. ഇതാ, ഇവിടെ ആര് വരും? OH, ഇവിടെ H, ഇവിടെ OH, ഇവിടെ H, ഇവിടെ H, ഇവിടെ OH, ഇവിടെ OH, ഇവിടെ H, ഇവിടെ H, ഇവിടെ CH2OH. ഇത് മനസ്സിലാവാത്തവർ വിട്ടേക്ക് കേട്ടോ, അത് വിട്ടേക്ക്. മനസ്സിലാവൽ നിർബന്ധമാണ്. ആ ഒരു ചോദ്യത്തിന് ആൻസർ കിട്ടാൻ നിർബന്ധമാണ്. മനസ്സിലായിട്ടില്ലാത്ത ദയവ് ചെയ്ത് ആ വീഡിയോ പോയി കാണുക. നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ലൈവ് കണ്ടാലും മാരത്തോൺ കണ്ടാലൊന്നും മാർക്ക് കിട്ടൂല. നിങ്ങൾ പഠിക്കണം, നിങ്ങൾ പഠിക്ക്. ടൈമുണ്ട്, നാളെയാണ് പരീക്ഷ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 40 മിനിറ്റിൽ ഈ ഒരു ചാപ്റ്റർ ഞാനൊന്ന് ഷോർട്ടാക്കിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടാൽ ഈ കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല. 2 അനോമറിക് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യാനുള്ള റീസൺ പറയാൻ. അനോമറിക് ഫോം എന്ന് പറഞ്ഞാൽ ആൽഫ ആൻഡ് ബീറ്റ ഫോമാണ്. ആൽഫയും ബീറ്റയും ഉണ്ടാവുക അയാൾക്ക് സൈക്ലിക് സ്ട്രക്ചർ ആകുമ്പോൾ മാത്രമാണ്. ഓപ്പൺ സ്ട്രക്ചറിൽ ആൽഫയും ബീറ്റയും ഉണ്ടാവില്ല. സൈക്ലിക് ആണെങ്കിൽ ആൽഫയും ബീറ്റയും ഉണ്ടാവുള്ളൂ. അപ്പോൾ സൈക്ലിക് സ്ട്രക്ചറിൻ്റെ റീസൺ അല്ലെങ്കിൽ സൈക്ലിക് സ്ട്രക്ചർ ഉണ്ട് എന്ന് കാണിക്കാനുള്ള പ്രൂഫ് പറയാനാണ് ഇവിടെ പറഞ്ഞത്. അതിന് 2 റീസൺ പറഞ്ഞുതരാം. ഒന്നാമത്തെ റീസണാണ് മ്യൂട്ടാ റൊട്ടേഷൻ. എന്താണ് മ്യൂട്ടാ റൊട്ടേഷൻ? അത് ഇനിയിപ്പോൾ പഠിക്കണ്ട. എന്താ മ്യൂട്ടാ റൊട്ടേഷൻ നല്ല പരീക്ഷയ്ക്ക് ചോദിക്കുക. അത് സൈക്ലിക് സ്ട്രക്ചറിൻ്റെ പ്രൂഫായിട്ട് നിനക്ക് എഴുതാൻ പറ്റിയാലും മാർക്ക് കിട്ടും. രണ്ടാമത്തത് നോൺ റിയാക്ടിവിറ്റി ഓഫ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിൻ്റെ നോൺ റിയാക്ടിവിറ്റി ആരോട്? വിത്ത് അമോണിയ ആൻഡ് 2,4 DNP. 2,4 DNPയും NH3 ഗ്രൂപ്പുമായിട്ടൊന്നും ഗ്ലൂക്കോസിന് റിയാക്ഷൻ ഇല്ല എന്നത് അതിൻ്റെ സൈക്ലിക് സ്ട്രക്ചറിനുള്ള പ്രൂഫാണ്. ഓക്കെ, ഇനി അയാളുടെ ഓപ്പൺ സ്ട്രക്ചറിനുള്ള പ്രൂഫ് ചോദിച്ചു കഴിഞ്ഞാൽ, ഓപ്പൺ സ്ട്രക്ചറിനുള്ള പ്രൂഫാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ നിങ്ങൾക്ക് കുറേ റിയാക്ഷൻ പഠിപ്പിച്ചെന്നില്ലേ?
ഇതിലെ എല്ലാ റിയാക്ഷൻസും അതിൻ്റെ ഓപ്പൺ സ്ട്രക്ചറിനുള്ള പ്രൂഫാണ്. ഓൾ റിയാക്ഷൻസ് എന്തിനുള്ള പ്രൂഫാണ്? പ്രൂഫ് ഫോർ പറ ഓപ്പൺ സ്ട്രക്ചർ. അപ്പോൾ ഓപ്പൺ സ്ട്രക്ചറിനുള്ള പ്രൂഫ് ചോദിച്ചാൽ ഗ്ലൂക്കോസ് ബ്രോമിൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഗ്ലൂക്കോണിക് ആസിഡ് ഉണ്ടാകുന്നു, ഗ്ലൂക്കോസ് HAയുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നോർമൽ ഹെക്സേൻ ഉണ്ടാകുന്നു. ഇതെല്ലാം ഓപ്പൺ സ്ട്രക്ചറിനുള്ള പ്രൂഫായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇവിടെത്തി, ഇവിടെത്തി. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കാർബോഹൈഡ്രേറ്റ് സ്റ്റോർഡ് ഇൻ ലിവർ, മസിൽസ് ആൻഡ് ബ്രെയിൻ ഓഫ് ആനിമൽസ്. ആനിമൽസിലുള്ള കാർബോഹൈഡ്രേറ്റ് ഏതാണ്? ആരാടാ? ഗ്ലൈക്കോജൻ ആണ്. ഗ്ലൈക്കോജൻ അതുകൊണ്ട് നമ്മൾ എന്ത് പേരും വിളിക്കും? ആനിമൽ സ്റ്റാർച്ച് എന്ന് പേര് വിളിക്കും. ഈ ചാപ്റ്ററും കഴിഞ്ഞു. ഫൈനലി ഒരു ചാപ്റ്റർ കൂടെ പെൻഡിങ് ഉണ്ട്. നമ്മുടെ ആൽക്കഹോൾ ഫീനോൾ എന്ന ചാപ്റ്ററുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുകൂടി മറക്കാതെ കണ്ടേക്കുക. കൂട്ടുകാരോടൊക്കെ വിവരം പറഞ്ഞേക്ക്. പിന്നെ കാണാം. താങ്ക് യു.